ഹലോ ഗായ്സ്, എൻ്റെ പേര് ആദിഷ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് നമ്പർ 6 സ്വാഗതം. ഞാൻ ഇങ്ങനെ അവസാനം അതിൻ്റെ പണി തീർത്തു. അതന്നെ വീടിൻ്റെ പണി തീർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ലൈബ്രറിയിലെ മിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ട്രേഡിംഗ് ഹാളും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അവിടുന്ന് നമ്മുടെ കാര്യങ്ങൾ കുറച്ച് ആർമറും കാര്യങ്ങളൊക്കെ വാങ്ങാൻ ടൈമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ. അയ്യോ, ഞാനങ്ങനെ വീടിൻ്റെ മുകളിലല്ല, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങളും ഇനിയും കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. ഇൻറ്റീരിയർ ഞാൻ തട്ടിക്കൂട്ടി ചെയ്തെടുക്കുക. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഫ്രണ്ടിൽ തന്നെ ഒരു ടി വിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫർണസും കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കിച്ചൺ റൂമാണ്. പിന്നെ ഇതാണ് നമ്മുടെ ടി വി. ഇവിടെ ഇരുന്ന് നമുക്ക് സിനിമയൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഓക്കെ, പിന്നെ ഇവിടെ ആയിട്ട് ഞാൻ ഒരു ആർമർ സ്റ്റാൻഡിൽ ലെതർ ആർമർ വെച്ചിട്ടുണ്ട്. കാരണം എൻ്റെ കയ്യിൽ വലിയ ആർമറൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ലെതർ ആർമർ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പോയപ്പോൾ മറ്റേ ഈ ബയോമ് കണ്ടു, കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ റൂമിൽ ഞാൻ പ്രൊജക്ട് റൂം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ മുകളിൽ ഞാൻ സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരണമായിരുന്നു. ഞാൻ എന്തായാലും ഫാമിംഗ് ഏരിയകളുടെ അകത്ത് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു കൗ ക്രഷർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ല എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല എഫിഷ്യൻറ്റ്. അവസാനം നല്ല ലാഗായപ്പോൾ ഞാൻ അതിനെ പൊട്ടിച്ച് കളഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത്രയും സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കെന്തായാലും അത് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. വേറൊരെണ്ണം ഉണ്ടാക്കണം. പിന്നെ ഇവിടേക്ക് വന്ന ചെറിയൊരു ബ്രീഡറും മാനുവൽ തന്നെയാണ്. കാരണം ഓട്ടോമാറ്റിക് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാണ്, കുറച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇതിനങ്ങോട്ട് പൊട്ടിച്ച് മാറ്റും. അപ്പോൾ എന്തായാലും എനിക്ക് എളുപ്പത്തിന് വേണ്ടി അതവിടെ ഇരിക്കട്ടെ. പിന്നെ അവിടെയായിട്ടാണ് ഞാൻ എൻ്റെ ട്രേഡിംഗ് ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഡയമണ്ട് ആർമറും കാര്യങ്ങളൊക്കെ വാങ്ങണം. സോ ഞാൻ എന്തായാലും ഇവിടുന്ന് നിങ്ങൾ കാണിച്ചു തരാം. നമ്മൾ അങ്ങനെ ഡയമണ്ട് പിക്കാക്സും ഡയമണ്ട് ഷവലും നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ ഈ റെയിലൊന്നും ഇനി നമുക്ക് അവിടെ ആവശ്യമില്ല, അതൊക്കെ പൊട്ടിച്ച് മാറ്റണം. ഇവനാണ് നമുക്ക് തരിക, സ്വാഡും പിന്നെ പിക്കാക്സും ഷവലും തരണത് ഇവരാണ്. ഓക്കെ, എല്ലാവരും മാസ്റ്റർ ആയിട്ടില്ല. ഈ ടൂൾ സ്മിത്തും കാര്യങ്ങളൊക്കെ തന്നെയാണ് മാസ്റ്റർ ആക്കിയിട്ടുള്ളൂ ഞാൻ. അപ്പോൾ എന്തായാലും ഞാൻ ഇവന്മാരെ നിന്നൊക്കെ ഞാൻ ഈ ഒരു സ്വാഡും ആക്സൊക്കെ എല്ലാം വാങ്ങിച്ചിട്ട് ഞാൻ നിങ്ങളെ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഹെൽമറ്റ് കൂടി വാങ്ങിച്ചാൽ ഞാൻ ഫുൾ ഡയമണ്ട് ആർമറും ടൂൾസിലേട്ടേക്കും ആയിട്ടുണ്ട്. ഇനി എന്തായാലും ഞാനിതൊന്ന് ഇടേണ്ട ആ ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടി ഞാൻ പുറത്ത് പോയിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, ഹെൽമെറ്റ്, അങ്ങനെ ചെസ്റ്റ് പ്ലേറ്റ്, പാൻസ്, ബൂട്ട്, അങ്ങനെ ഫുൾ ഡയമണ്ട് ആർമറിലോട്ടേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ക്രീപ്പർ ഫാമിൻ്റെ ഇതിലേക്ക് പോവാം. നമ്മുടെ ബേസിൻ്റെ ബാക്കിലായിട്ട്, ആ ഫാമിൻ്റെ അവിടെ ഈ ബാക്കിലായിട്ട് നമ്മൾക്ക് വലിയൊരു ഓഷനും കാര്യങ്ങളുണ്ട്. അവിടെയായിട്ടാണ് ഞാൻ ഇപ്പോൾ ക്രീപ്പർ ഫാം ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്കെന്തായാലും അത് ചെയ്യാം. അല്ലെങ്കിൽ ഞാനൊരു ജസ്റ്റ് ഒരു ഡെമോ ഞാൻ ഇവിടെ ഈ ഫാമിംഗ് ഐലൻഡിൽ കാണിച്ചു തരാം. ഓക്കെ, എന്തായാലും അതിന് മുന്നേ ഈ ക്രോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഹാർവെസ്റ്റ് ചെയ്യട്ടെ. കുറേ കാലം ഇത് ഇവിടെ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട്. ഗൈസ്, ഞാൻ ഒരു ചെറിയൊരു ഫാം ഉണ്ടാക്കി. അത് വർക്കാണില്ല, എന്താണെന്നറിയില്ല. ഞാൻ ട്യൂട്ടോറിയൽ നോക്കിയിട്ട് തന്നെ ഉണ്ടാക്കിയത്, പക്ഷേ ഇത് വർക്കാണില്ല. അതുകൊണ്ട് ഞാൻ നല്ലൊരു ഫാം ഉണ്ടാക്കാൻ പോവുകയാണ്. നല്ല വലിയത് 3 ലെയറുള്ള ഒരു ഫാം ഉണ്ടാക്കാൻ പോവുകയാണ് ക്രീപ്പറിൻ്റെ അവിടെ. സോ അതുണ്ടാക്കാനായിട്ട് കുറച്ച് റിസോഴ്സും കൂടി വേണം. സോ അത് കാര്യങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ബാക്കി കാണിച്ചു തരാം. ഞാനങ്ങനെ എല്ലാം കളക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇട്ട് ചെറിയൊരു സാധനം ചോപ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ഞാനിത് ഫുള്ളായിട്ട് കാണിച്ചു തന്നാൽ ഞാൻ എന്തായാലും ഇതൊക്കെ ഞാൻ ഈ ഒരു ലെറ്റ്സ് പ്ലേ 10ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് നാളത്തേക്ക് ട്യൂട്ടോറിയൽ വീഡിയോസ് തന്നെ ആയിരിക്കും. അപ്പോൾ അതിലെന്തായാലും ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിൻ്റെ ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു കുറച്ച് ഫാമിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ചെറിയൊരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഫുള്ളായിട്ട് 17 ബ്ലോക്ക് മുകളിലോട്ടേക്ക് എത്ര പോകണം അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി ഫുള്ളായിട്ട് ക്രീപ്പർ ഫാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ബാക്കി കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ ക്രീപ്പർ ഫാമും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. കാരണം
അവിടെ എന്തായാലും നമ്മളിൽ ഇത്രയും ക്രീപ്പറും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞതേ ഉള്ളൂ. മോളൊന്ന് താഴോട്ടേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. അത്രയും ക്രീപ്പറും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കണത്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് വെച്ചതാണ്. ഇപ്പം തന്നെ ഇതാ മോളിന്ന് 2-3 വന്ന് വീണിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇതിൻ്റെ മുകളിലൊന്ന് കാണിച്ചു തരാം. ഇതാണ് 3 ലെയറാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 3 ലെയറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിന് കൂടുതലാക്കിയാൽ ഓവർ എഫിഷ്യൻ്റ് ആവും, പിന്നെ വേർഡ് ലാഗ് അടിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അത്രയ്ക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത്. ചിലപ്പോൾ ഭാവിയിൽ ഞാൻ നല്ല രീതിക്ക് വലുതാക്കി ഇനി 1 ലെയറും കൂടി ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ എഫിഷ്യൻസി നോക്കിയിട്ട് തന്നെ ചെയ്യുള്ളൂ. എഫിഷ്യൻസി ഓവറായാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പം തന്നെയാണ്. സോ അതുകൊണ്ട് ഞാൻ അതൊക്കെ തന്നെയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ക്രീപ്പർ മറ്റേ സ്കെൽട്ടനും സോംബിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് വന്നതെന്ന് മാത്രം എനിക്കറിയില്ല. അവിടെ നിന്ന് സ്പോണായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന്മാർ താനെ വന്ന് ചത്തതാണ് തോന്നുന്നു. എന്തായാലും ഞാൻ നമ്മുടെ ചെറിയൊരു ടെമ്പിളും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കാനായിട്ട് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ആ ടെമ്പിൾ ഉണ്ടാക്കേണ്ട ഭാഗത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. ഞാൻ ടെമ്പിൾ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെയാണ്. ഞങ്ങൾ ആ പൂവിന് ദൈവത്തിനെയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ വിലപിടിപ്പുള്ള സ്വാഡായിരുന്നു. ആ അയൺ സ്വാഡ് ഞാൻ കൊണ്ടേ കളഞ്ഞ് രാവിലേക്ക്. ഇനി എന്തായാലും ഞാൻ എന്താ വീടിന് ഇവിടെ പോയി കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും കാണാൻ. ഓക്കെ ഇനി എന്തായാലും ഞാൻ ഇവിടെ ആയിട്ട് ഞാൻ ആ ടെമ്പിൾ ഉണ്ടാക്കാനുള്ള റിസോഴ്സസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ബാക്കി കാണിച്ചു തരാം. മിക്കതും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ ആയിട്ട് കുറച്ച് ടെമ്പിളിൻ്റെ ഒരു ഔട്ട്ലൈന് പോലെ ഞാൻ ഇടുന്നുണ്ട്. എന്തായിത്തീരുന്നു എനിക്ക് പോലും അറിയില്ല. ചെറിയൊരു ടെമ്പിൾ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്. അവസാനം നല്ല പ്രിസൺ പോലെ ആവുമെന്നൊന്നും എനിക്കറിയില്ല. എന്തെന്ന് നമ്മൾ മറ്റേ ഭണ്ഡാരം കാര്യങ്ങളൊക്കെ എന്താണ് ഭണ്ഡാരോ അങ്ങനെ എന്തോ സാധനമില്ലേ, അതും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കാനായിട്ട് നോക്കാം. നമ്മൾ ഹോപ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയൊരു സെറ്റപ്പ് പോലെ ഞാൻ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യട്ടെ ഗൈസ്. അങ്ങനെ അതാണ്ട് നമ്മുടെ ടെമ്പിളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ഡീറ്റെയിലും കൂടി ഉണ്ട്, അത് ഞാൻ ഓഫ് ക്യാമറയിൽ ചെയ്തോളാം. ഇപ്പം എന്തായാലും ഇതങ്ങനെയാണ് കാണാനായിട്ടുള്ളത്. മറ്റേ ആ ഒരു ഡേർട്ടും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആക്കിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഭണ്ഡാരം. ഇതിലോട്ടേക്ക് നമ്മൾ ഇപ്പോൾ ഗ്രാസ് ബ്ലോക്ക് ഇട്ടുമെന്ന് വെച്ചോ, ഇട്ട സ്ഥലം ഒന്ന് മാറിപ്പോയി. നമ്മൾ ഇട്ടുമെന്ന് വെച്ചോ, ആ നേരെ താഴെയുള്ളൊരു ചെസ്റ്റിലോട്ടേക്ക് പോയിക്കോളും. നമുക്ക് വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് പോവാം. പിന്നെ എന്താണ് ദൈവം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ എന്ത് പ്രോജക്റ്റിന് പോകുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പോയി നാശത്തിലേക്കാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ കുറച്ച് ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. അടുത്ത എപ്പിസോഡിൽ തന്നെ നമുക്ക് നല്ലൊരു പട്ടിക്കുട്ടനും കാര്യങ്ങളൊക്കെ പിടിക്കണം. 1.21 അല്ലാത്തതുകൊണ്ട് തന്നെ നോർമൽ പട്ടി തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ എന്തായാലും ഇവിടെയും ഇത്രയും കാര്യങ്ങൾ ചെയ്തു. പിന്നെ നമ്മളൊരു ഹോഴ്സിനെയും കൂടി കൊണ്ടുവന്നിട്ടു. നമുക്കൊരു വില്ലേജിൽ നിന്ന് സാഡിലും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ഇപ്പോൾ ഇതാണ്ട് ഇവന് എടുത്തിട്ട് നമുക്ക് നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവന് ഒരു വെള്ള കളർ ഹോഴ്സാണ്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് ഹെയർബെയിലും കാര്യങ്ങളൊക്കെ വെച്ച് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ എന്തായെന്ന് എനിക്ക് പോലും അറിയില്ല. എന്താ ചാടിപ്പോയെ, എൻ്റെ ബട്ടൺ അമർത്തിയത് കുഴപ്പമായതാണ്. എന്തായാലും നമുക്ക് മാറ്റിയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ എന്തായാലും ഇതിൻ്റെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതെന്തായാലും ഞാൻ അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ.